എന്നെ സ്വന്തമാക്കുവാൻ സ്വന്ത ജീവനേകിയ യേശു എന്റെ സ്വന്തമാണേ. സ്വന്ത രക്തം നൽകി എന്നെ സ്വന്തമാക്കിയ അനുദിനമന്ന നമ്മുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്താവിഷയം അടിസ്ഥാനം. വായനയ്ക്കുള്ള ഭാഗം യെശയ്യാവ് 43 അധ്യായം. യെശയ്യാവ് 43:2 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുന്നു. എന്നാൽ നാം തീർച്ചയായും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം അഭിമുഖീകരിക്കുന്നില്ല. അരികിൽ കർത്താവുണ്ടെന്നറിയുന്നത് നല്ലതല്ലേ? നമ്മുടെ പരീക്ഷകളുടെ പ്രഭാതത്തിൽ അവൻ്റെ കൈ നമ്മളെ നയിക്കുന്നു, വിധിയുടെ തീയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നു. ഇക്കാരണത്താൽ അവിടുത്തെ സാന്നിധ്യം കണ്ടുമുട്ടാൻ നാം നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കണം. പരീക്ഷയിൽ അകപ്പെടരുത്. നമ്മൾക്ക് അവൻ ഏറ്റവും ആവശ്യമുള്ള സമയങ്ങളാണിത്. അവൻ എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് ഏവർക്കും വേണം. മർക്കോസ് എഴുതിയ സുവിശേഷം 10 അധ്യായം 27 വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ലതാനും. ദൈവത്തിന് സകലതും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. അവൻ പക്ഷത്തു തന്നെ. നമ്മുടെ കർത്താവിൽ അഭയം പ്രാപിക്കുമ്പോൾ അവനെ തടയാനോ ഉപദ്രവിക്കാനോ ഒരു ശക്തിക്കും സാധ്യമല്ല. എല്ലാം ദൈവത്തിന് സാധ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങളും തേജസ്സുള്ള തൻ്റെ സമ്പത്തിനനുസരിച്ച് നൽകും. കഷ്ടകാലങ്ങളിൽ അവൻ നമ്മുടെ തുണയായിരിക്കട്ടെ, അടിസ്ഥാനമായിരിക്കട്ടെ. അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുക. സാഹചര്യങ്ങളുടെ പ്രവാഹങ്ങൾ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ എല്ലാവരുടെയും ഏറ്റവും ശക്തമായ അടിത്തറ അവനാണ്. അവനിലൂടെ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ നമുക്ക് കഴിയും. കർത്താവ് നിങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ അതിനെ തകർക്കാൻ ഒരു ശക്തിയും ഉണ്ടാകില്ല. അവനിലൂടെ നാം എല്ലാം സാധ്യമാണ്. മറക്കരുത്, നിങ്ങൾക്ക് വേഗതയേറിയ പ്രവാഹങ്ങളെയും ശക്തമായ കാറ്റിനെയും ഏറ്റവും ചൂടുള്ള തീയെയും നേരിടാൻ അവൻ ശക്തി നൽകും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദൈവമേ, ഈ ദിവസം ഭാരത്തിലും പ്രയാസത്തിലും രോഗത്തിൻ്റെ പ്രതിസന്ധികളിലും കൂടി കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ മഹാകൃപ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ സമയം അവർക്ക് പരിപൂർണ്ണ സൗഖ്യം നൽകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.